അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കായംകുളം നഗരസഭയിൽ സ്വർണ്ണമോതിരം കാണാതായതിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. മുൻ നഗരസഭാ അധ്യക്ഷ പി ശശികലയാണ് ഒന്നാം പ്രതി. മാലിന്യ ശേഖരണത്തിനിടെ ഹരിതകർമ്മസേനയ്ക്ക് കളഞ്ഞുകിട്ടിയ മോതിരമാണ് കാണാതായത്. മോതിരം ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചുവെന്നായിരുന്നു പി ശശികല പറഞ്ഞത്. ശരത്തോടെ കൂടുതൽ വിവരങ്ങളുമായി. ശരത്തെ, വെരി ഗുഡ് മോർണിംഗ് ശരത്തെ. ഹരിതകർമ്മസേന കാണിച്ച സത്യസന്ധത ചിലർ അവിടെ കാണിച്ചില്ല എന്നതാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തായാലും നാണക്കേടായിപ്പോയി. ഇത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് തന്നെ സ്വർണ്ണമോതിരം കാണാനില്ല എന്നതിന്റെ പേരിൽ നഗരസഭയ്ക്കെതിരെ പരാതി വരുന്നത്. എന്താണ് സംഭവം ശരത്? അരുൺകുമാർ, അതായത് ഹരിതകർമ്മസേന കാണിച്ച ആത്മാർത്ഥത അല്ലെങ്കിൽ സത്യസന്ധത നഗരസഭ കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സംശയിക്കേണ്ടത്. കാരണം കഴിഞ്ഞ LDF ഭരണസമിതി കാലത്താണ് ഇത്തരത്തിലൊരു മോതിരം നഗരസഭയിലെ ഹരിതകർമ്മസേനയ്ക്ക് കിട്ടുന്നത്. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് ഒരു മോതിരം കളഞ്ഞു കിട്ടി. 11 ഗ്രാമോളം തൂക്കം, അതായത് 1.5 പവനോളം വരുന്ന മോതിരമാണ് ഇത്തരത്തിൽ കളഞ്ഞു കിട്ടിയത്. പക്ഷേ കിട്ടിയ ഉടൻ തന്നെ ഹരിതകർമ്മസേന ഈ മോതിരം നേരെ നഗരസഭയിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. നഗരസഭ ചെയർപേഴ്സണായ പി ശശികലയെ ഏൽപ്പിക്കുന്നു. ശശികല ഇത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാൻ വേണ്ടി സൂപ്രണ്ടിന് കൈമാറി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്തായാലും 2023 ഈ മോതിരം നഗരസഭയിൽ ഏൽപ്പിച്ചത്. കഴിഞ്ഞ തവണ LDF ഭരണം മാറി UDF ഇത്തവണ വിജയിക്കുന്ന സാഹചര്യം. അങ്ങനെ ഭരണം മാറിയതിന് പിന്നാലെയാണ് ഈ വിവാദം കടുക്കുന്ന സാഹചര്യം വന്നത്. പിന്നെ ഇത്തരത്തിൽ മോതിരം നഗരസഭയുടെ സ്ട്രോങ് റൂമിൽ ഇല്ല എന്നുള്ള കാര്യം പിന്നീട് പുറത്തു വന്നു. ഇതോടുകൂടി തന്നെ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫൽ നൽകിയ പരാതിയിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും കേസെടുത്തിരിക്കുന്നത്. 1.5 പവനോളം വരുന്ന നഗരസഭയിൽ സൂക്ഷിക്കാൻ നൽകിയ മോതിരമാണ് ഇപ്പോൾ കാണാനില്ല എന്നുള്ളത് പറയും. എന്തായാലും ഇപ്പോൾ മുൻ നഗരസഭാ അധ്യക്ഷ കൂടിയായ പി ശശികലയെ ഒന്നാം പ്രതിയാക്കിയാണ് ഇപ്പോൾ കായംകുളം പോലീസ് കേസെടുത്തത്. എന്തായാലും ഇതിൽ ഈ പറയുന്ന പോലെ ഹരിതകർമ്മസേന കാണിച്ച ആത്മാർത്ഥത, സത്യസന്ധത അതിവർ കാണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സംശയിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും കൗതുകമുള്ളൊരു വാർത്തയായി പോയി. നാണക്കേടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.